ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഒരു കുതിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയില്ല. ക്ലച്ച് സൈഡിലൊരു ജെർക്കിങ്ങാണ് നമുക്ക് ഫീൽ ചെയ്താൽ, അത് നമ്മൾ അയച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഹെഡിൻ്റെ ഇവിടുത്തെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ചാടിയേക്കണം ഈ കാണുന്നുണ്ടോ. അപ്പോൾ അതാണ് അവിടെ ലീക്ക് കാണിക്കാനുള്ള കാരണം. അത് കവർ ഗ്യാസ്കറ്റ് ഈ ഒരു ഐറ്റം ഇതും അതിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റിയിട്ട് ഞാൻ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ കുതിപ്പിൻ്റെ കേസ്, വണ്ടി എടുക്കുമ്പോൾ ഒരു കുതിപ്പുണ്ടെന്ന് പറയണേ, പക്ഷേ നമുക്ക് ഫീൽ ചെയ്തത് വണ്ടി നിർത്തിയോടത്തുനിന്ന് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു ജെർക്കിങ് ആണ് ഫീൽ ചെയ്യാം. അത് നമ്മളുടെ CVT ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ കംപ്ലയിൻ്റ് ആണ്, ഈ ഭാഗത്ത് തന്നെ കംപ്ലയിൻ്റ് ആണ്. അതായത് ക്ലച്ചസും ക്ലച്ച് ഔട്ടറും തമ്മിൽ പിടിക്കാതെ വരുമ്പോൾ, പൊടി കയറിയിട്ട് പിടിക്കാണ്ട് വരുമ്പോൾ തന്നെ ഒരു ജെർക്കിങ് കംപ്ലയിൻ്റ് ആണ് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അഴിച്ചു നോക്കി അതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. ഇത് മൊത്തം പൊട്ടി വിടാറായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റ് ഇവിടെയൊക്കെ ഓൾറെഡി പൊളിഞ്ഞൊടുങ്ങി, ഈ സൈഡൊക്കെ പൊളിഞ്ഞൊടിയേക്കാണ്. കൈയോടെ ബെൽറ്റ് മാറ്റി കളയാം, ക്ലച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓയിൽ ലീക്ക് കണ്ടായിരുന്നു, ഈ സൈഡ് ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഓയിലാണ്. അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഗിയറിൻ്റെ അകത്ത് ഓയിലൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അടിയിലുണ്ടാവും കുറച്ച്, അതുകൊണ്ടാണ് ആ ലീക്കേജ് വന്നേക്കണത്. അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്തേക്കാം. എൻജിൻ ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗിയർ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ ഫുൾ ഡ്രൈ ആയി പോയേക്കാണെന്നുണ്ടെങ്കിൽ ഗിയർ വീലുകൾ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഗിയർ ഓയിൽ മാറ്റാൻ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ബ്രേക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിടാം. നമുക്ക് സെറ്റ് ചെയ്ത് ഒരല്പം കൂടി കിട്ടാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം, അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാലും മതി. അടുത്ത പ്രാവശ്യം ബ്രേക്ക് കുറയുമ്പോൾ മാറ്റിയിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററിൻ്റെ കേസും, അത് പറയാൻ വിട്ടുപോയൊരു കേസാണ്. സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റും ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റും കാണിക്കുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഈ മീറ്റർ അസംബ്ലി മാറ്റിയാലാണ് റെഡിയാക്കാൻ പറ്റുള്ളൂ, നമുക്ക് അല്ലാണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ല അത്. കാരണം ഓൾറെഡി കേബിൾ വർക്ക് ചെയ്യുന്ന വണ്ടി ഓടുമ്പോൾ സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട്. താക്കോൽ ഓൺ ചെയ്യുമ്പോൾ പെട്രോൾ മീറ്ററൊക്കെ വർക്ക് ചെയ്യണം. പെട്രോൾ മീറ്റർ ഫുള്ള് വന്നില്ല, ഏകദേശം ഒരു 3/4 ഭാഗമാകുമ്പോൾ അവിടെ സ്റ്റക്കായി പോവാണ്. അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നുപോലെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി വരുത്തി മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതാണ് നമുക്കതുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് കേട്ടോ. ബാക്കിയത്തെ ഞാൻ മീറ്ററിൻ്റെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ഭാഗങ്ങൾ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ ഈ സൈഡിലെ ഗിയർ ഓയിലിൻ്റെ ഭാഗത്തുള്ള ഓയിൽ ലീക്കേജ് ഒന്ന് ശ്രദ്ധിച്ചോളാം. കൂടുതലായിട്ട് ലീക്കേജ് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറ്റിയിട്ട് അത് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ സീലും മാറ്റിക്കണം കേട്ടോ. ഗിയർ ബോക്സ് അഴിച്ച് ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. തൽക്കാലം നമുക്ക് റീഫിൽ ചെയ്ത് തരാം, അതിനുശേഷം ഉപയോഗിക്കാം. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ.